നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, ആത്മ കണ്ണൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി.കെ. സനോജ് എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആത്മ കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി.കെ. സനോജ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ മേഖലയോട് അവർക്ക് കാണിക്കുന്ന താല്പര്യം സമാപ്ത മനോഭാവത്തിനും അനുസരിച്ചുള്ള ഒരു പദവിയോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമായ ലഭ്യതയോ പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഇത് നമ്മൾ മാറ്റാൻ കൂട്ടായ പരിശ്രമം, പ്രത്യേകിച്ച് ഭരണകൂടത്തിനെല്ലാം ഭാഗമായി പിന്തുണയും ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെല്ലാം ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കൊണ്ടുപോയി ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പുതിയ തലമുറയെ കൂടി കാർഷിക മേഖലയിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇത് കൊണ്ടതിലേക്ക് പുതിയ തലമുറയെ കൂടി ഈ മേഖലയിൽ ആകർഷിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നമ്മുടെ ഈ നാട്ടിൽ കൂടുതൽ കർഷക സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി അധ്യക്ഷത വഹിച്ചു. വലിയ രീതിയിലുള്ള അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പക്ഷേ ഒരു കാർഷിക സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതശൈലിയുടെ ഭാഗമായി ഒട്ടനവധിയായ പ്രയാസങ്ങൾ ഇന്ന് നമ്മുടെ കർഷകരെ അഭിമുഖീകരിക്കുന്നുണ്ട്. വലിയ നിരക്കുള്ള വന്യജീവി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങള്, അതുപോലെ തന്നെ കീടങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങള്, ഇതൊക്കെ വലിയ നിരക്ക് തന്റെ ഉൽപ്പന്നങ്ങളെ വിപണിയില് മാർക്കറ്റുകൾക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ താഴെത്തട്ടിൽ കൃഷിഭവനുകളുടെ സേവനം ഫലപ്രദമായി എത്തിക്കുക, കാർഷിക ആസൂത്രണത്തിന് കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, പരമ്പരാഗത ഞാറ്റുവേലാധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിള ഇൻഷുറൻസ് പദ്ധതികൾ കർഷകർക്ക് പറഞ്ഞുകൊടുത്തു. KCC AF ലോണുകൾ എങ്ങനെ ലഭ്യമാക്കുമെന്നും ചടങ്ങിന്റെ ഭാഗമായി ക്ലാസ് എടുത്തു. നടീൽ വസ്തുക്കളായ പ്ലാവ്, മാവ്, സപ്പോട്ട, കുരുമുളക്, കറിവേപ്പില, ആര്യവേപ്പ്, ഗ്രാമ്പു, ടിഷ്യൂ വാഴ, കശുമാവ്, അലങ്കാര ചെടികൾ തുടങ്ങി നിരവധി തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. രഘുത്തമൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ലീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CC സഹൽരാജ് മാസ്റ്റർ, സൗമ്യ കാരായി, ഭരണസമിതി അംഗങ്ങളായ പ്രജിന പ്രകാശ്, C. ചന്ദ്രൻ, കൃഷി ഓഫീസർ A. സൗമ്യ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അഷ്റഫ് VP, കൃഷി അസിസ്റ്റന്റുമാരായ AR രഞ്ജിത്ത്, A. ശാമിത, സുമിത, ബിന്ദു, ശ്രീലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.